ഞങ്ങൾ ഈ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾക്ക് ഈ യുദ്ധം വേണ്ടെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് പറയുന്നു. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു ആണവ പദ്ധതികളിലേക്കുള്ള ഇറാന്റെ ആ പോക്ക് തടയുകയല്ലാതെ ഞങ്ങൾക്ക് മുന്നിൽ മാർഗം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ കിരൺ, ലക്ഷ്യമിടുന്നത് ആയത്തുള്ള അലി ഖംനേയിയെ തന്നെയാണ് എന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു. ഇപ്പോൾ പരസ്യമായി തന്നെ അത് പറയാൻ ബെഞ്ചമിൻ നെതന്യാഹുവും ധൈര്യപ്പെടുന്നുണ്ട്. കുറെ കാലമായി അവരുടെ ലക്ഷ്യം ഖമനേയി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയം ഇല്ലെന്ന് തോന്നുന്നു. അത് ഇപ്പോൾ കൂടുതൽ വ്യക്തമാവുകയല്ലേ? ശ്രീജ, പ്രധാനമായും ഈ ആണവായുധത്തിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിലും ഇറാനിൽ ഒരു ഭരണമാറ്റം, ഇറാനിലെ ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തെ പുരോഹിതന്മാർക്ക് വലിയ മേൽക്കൈയുള്ള ഒരു ഭരണ സംവിധാനം, ഈ ഭരണ സംവിധാനം മാറ്റുക എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ ലക്ഷ്യം എന്നുള്ള തരത്തിലൊക്കെ വിലയിരുത്തലുകൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ വന്നിരുന്നു. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് വേണം കരുതാൻ. കാരണം ഇറാനിനെ മേൽ അത്തരത്തിൽ ഒരു ആക്രമണം നടത്തുമ്പോഴെല്ലാം ആദ്യം മുതലേ വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ എന്ന രീതിയിൽ തന്നെ വെക്കുന്നത് ഇതുതന്നെയാണ്. അയത്തുള്ള ഖമേനിയെ പോലെ ഒരാൾ ഇല്ലാതെയായി കഴിഞ്ഞാൽ ഇത് ഈ യുദ്ധം അവസാനിക്കും, സംഘർഷം അവസാനിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പൊക്കെ നൽകുന്നു. സ്വാഭാവികമായും ഇറാനിലുണ്ടായിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആഭ്യന്തര വിഷയങ്ങളൊക്കെ കൂടുതൽ മൂർച്ഛിപ്പിക്കാനും ഇറാൻ ഇനി യുദ്ധം അവസാനിപ്പിക്കാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, അത് അയത്തുള്ള ഖമേനി ഇല്ലാതെയാവുകയാണ് അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള ഇതിലാണ് ഇപ്പോൾ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അടക്കം പ്രതികരണങ്ങൾ വരുന്നത്. എന്തായാലും ആ തരത്തിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായും ഒരു രാജ്യത്തിൻ്റെ ആത്മീയ ആചാര്യൻ കൂടിയാണ് അദ്ദേഹം, രാഷ്ട്രത്തിൻ്റെ തലവൻ എന്നതിനപ്പുറത്തേക്ക് ഒരു ആത്മീയ ആചാര്യൻ കൂടിയാണ്. അത്തരമൊരു നീക്കം വന്നു കഴിഞ്ഞാൽ, കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് വലിയ തരത്തിലുള്ള പ്രത്യാഘാതത്തിലേക്കും ഇറാൻ പിന്നീട് ഏത് തരത്തിലായിരിക്കും തിരിച്ചടിക്കുക എന്നുള്ളത് അറിയില്ല. ഏത് രാജ്യമായാൽ പോലും അവരെ അവസാന തിരിച്ചടിക്ക് വേണ്ടി നിന്നാൽ, അവരത്ര ദുർബല രാജ്യമായിക്കോട്ടെ, അവസാന തിരിച്ചടിക്ക് വേണ്ടി ഒരു രാജ്യം തീരുമാനിച്ചാൽ അത് നടപ്പാക്കാൻ ആവശ്യമായ പട്ടാളക്കാരോ അല്ലെങ്കിൽ ആളുകളോ ഉണ്ട് എങ്കിൽ ആ തിരിച്ചടി ചിലപ്പോൾ ലോകം ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്തെ തിരിച്ചടിയിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് എത്രയോ ലോക സാഹചര്യങ്ങൾ നമ്മൾ എത്രയോ തവണ കണ്ടതാണ്. അത്തരം സാഹചര്യങ്ങളൊക്കെ മുന്നിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ലോക രാജ്യങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ ആശങ്കയോടുകൂടി നിൽക്കുന്നത്. G7 രാജ്യങ്ങളിലടക്കം മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളടക്കം ഇത്തരം ഒരു സംഘർഷം അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്ന മുന്നറിയിപ്പ് നൽകുന്നത്. അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം മാത്രമല്ല, അത് പലതരത്തിൽ ലോകരാജ്യങ്ങളെ, ലോക സമ്പദ് വ്യവസ്ഥയൊക്കെ അടക്കം ബാധിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക്, അത്തരം ഒരു നീക്കത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അയത്തുള്ള ഖമേനിയെ പോലെ ഒരു ആത്മീയ ആചാര്യൻ മരിച്ചാൽ മറ്റു പല രാജ്യങ്ങളും ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കപ്പെടുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയും ഒക്കെ കാണുന്നുണ്ട്. എന്തായാലും ആ തരത്തിലേക്കൊക്കെ ഒരു സംഘർഷം ലോകം നീങ്ങിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ആകെ സാമ്പത്തിക അവസ്ഥയിലും സമാധാന ജീവിതത്തിലും ഒക്കെ ആവും തടസ്സമുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ ഇപ്പോൾ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കുന്നത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, എവിടെയും അതിന് ഒരു അനുകൂലമായ നിലപാട് ഇതുവരെയും ഉണ്ടായിട്ടില്ല. നമ്മൾ അല്പസമയം മുമ്പ് തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിൻ്റെയും പ്രതികരണങ്ങൾ കേട്ടു. അപ്പോൾ ആ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും ഏതെങ്കിലും തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ഇത് തുടരും എന്നുള്ള സന്ദേശം തന്നെയാണ് നൽകുന്നത്. ഇന്നലെയും കടുത്ത വ്യോമാക്രമണമാണ് ടെഹ്റാന് മേലുണ്ടായത്. തിരിച്ച് ടെല്ലവീവിന് നേരെയും ഇറാന്റെ ഭാഗത്തു നിന്ന് കടുത്ത ആക്രമണം ഉണ്ടായിട്ടുണ്ട്. രണ്ടുപേരും ഈ തരത്തിലേക്കുള്ള ആക്രമണം നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ഏത് തരത്തിലേക്കാണ് ഇനി നീങ്ങാൻ പോകുന്നത് എന്നുള്ളത് വരും മണിക്കൂറുകളിലോ ദിവസങ്ങളിലോ തന്നെ അറിയാൻ കഴിയും. ശരി, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന ഇസ്രായേൽ വാദം തെറ്റാണെന്ന് UN-ലെ ഇറാൻ സ്ഥാനപതി ആമിർ സയ്യിദ് ഇറാവനി പറഞ്ഞു. ഇറാൻ ജനതയെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നതെന്നും നിരവധി പേർ കൊല്ലപ്പെട്ടതായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലാണ് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. Israel has committed a blatant act of aggression against the sovereign and territorial integrity of Iran. Its relentless campaign of atrocities against our people continues unabated. This is a serious violation of the United Nations Charter and fundamental principles of international law. These attacks crossed all red lines. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്കാണ് പ്രാമുഖ്യമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പറഞ്ഞു. Well, it is really important that we focus on de-escalation because the risks of the conflict escalating are obvious across the region and beyond the region. The impact that this could and probably will have on Gaza, which is a tinderbox, and of course the impact on the economy. That is why at the G7 there's such a focus on de-escalation. That'll be an intense discussion for our talks today, but we have to find a way to de-escalate this situation, notwithstanding the concerns that we all have about the nuclear program. There's no doubt about that. Notwithstanding, we all accept Israel's right to self-defense, of course, but there must be de-escalation, and that will be the central focus of
much of the discussion. ആർ കിരൺ ബാബു തുടരുന്നു. കിരൺ, ലോകത്തെ ഏറ്റവും ശക്തരായ നേതാക്കളെല്ലാം കാനഡയിൽ ഒരു വേദിയിൽ ഒരുമിച്ചുണ്ട്. അവിടെ ഈ വിഷയം സ്വാഭാവികമായും ചർച്ചയാവുമെന്ന് ഉറപ്പാണിപ്പോൾ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമറിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ഒരു സമാധാനത്തിന്റെ ഒരു ഉടമ്പടി ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഒപ്പിടാൻ തയ്യാറല്ലെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും പറയുന്നുണ്ട് അമേരിക്കയുടെ കൂടി പിന്തുണയോടെ തന്നെയാണ് ഈ ആക്രമണമെന്ന്. ഞങ്ങൾക്കിതിൽ പങ്കില്ലെന്ന് പറഞ്ഞ് അമേരിക്ക മാറി നിൽക്കുമ്പോഴും പിന്തുണയുണ്ടെന്ന് വീണ്ടും നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം G7 ഉച്ചകോടിയിൽ ചർച്ചയാകുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു സമവായത്തിലേക്കുള്ളൊരു സമ്മർദ്ദം അതുണ്ടാകാൻ എത്രത്തോളം സാധ്യതയുണ്ട്? ശ്രീജയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അമേരിക്കയും ഇസ്രയേലും തീരുമാനിക്കാതെ ഇത്തരമൊരു യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് തന്നെ പറയാം. കാരണം അമേരിക്ക ഇതിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു നിലപാടിലേക്കില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ ഇനി എല്ലാ തരത്തിൽ സമ്മർദ്ദത്തിലേക്ക് നീങ്ങിയാലും അത് അവസാനിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെ പറയാം. ഇതിൽ ഏറ്റവും പ്രധാനം നെതന്യാഹുവിൻ്റെ വാക്കുകളാണ്. നെതന്യാഹു പറയുന്നത് അയത്തുള്ള ഖമേനിയെ അവസാനിപ്പിച്ചാൽ, അദ്ദേഹത്തെ കൊല്ലപ്പെട്ടാൽ സംഘർഷം കൂടുകയല്ല, സംഘർഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. നേരത്തെ തന്നെ ഒരു വാർത്ത പുറത്തു വന്നത് ഇസ്രയേൽ അങ്ങനെ അയത്തുള്ള ഖമേനിയെ വധിക്കാനുള്ള എല്ലാ തീരുമാനവും എടുത്തു. അവർക്ക് ആ ലക്ഷ്യത്തിലുള്ള എവിടെയാണ് എന്നെല്ലാം കണ്ടെത്തി അത് കൃത്യമായിട്ടുള്ള പദ്ധതികളാണ്. അതിന് അന്തിമ അനുമതിക്ക് വേണ്ടി അമേരിക്കയുമായി സംസാരിക്കുമ്പോൾ ട്രംപ് ഇതിന് അനുവദിച്ചില്ല എന്നുള്ള മട്ടിലായിരുന്നു വാർത്തകൾ. അത് ആരും സ്ഥിരീകരിക്കുന്ന വാർത്തകളല്ല, പക്ഷേ അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥരെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് വാർത്താ ഏജൻസികളൊക്കെ വന്നതാണ്. രണ്ട് തരത്തിൽ ഈ വാർത്ത വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകിൽ ഇത് ചിലപ്പോൾ യാഥാർത്ഥ്യമായിരിക്കാം, അത്തരത്തിലേക്കുള്ള ഒരു നീക്കം നടത്തി കാണാം, അമേരിക്ക സ്വാഭാവികമായും ചിലപ്പോൾ തടഞ്ഞു കാണാം. രണ്ടാമതൊരു സാധ്യത എന്ന് പറയുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ചും പ്രതിച്ഛായ നിർമ്മിതിയുടെ ഭാഗമായി രണ്ടു കൂട്ടരും ഇത്രയോളം ശേഷി ഞങ്ങൾക്കുണ്ട്, ഖൊമേനി അടക്കം വധിക്കാനുള്ള ശേഷി ഉണ്ടായിട്ട് ഞങ്ങൾ അത് ക്ഷമിച്ചതാണ് എന്നുള്ള മട്ടിലേക്ക് വന്നാൽ ഇസ്രയേലിൻ്റെ ഒരു ആ തരത്തിലേക്കുള്ള അവരുടെ ഒരു ശേഷി ഉയരുന്നു. ട്രംപിനെ സംബന്ധിച്ചും ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വലിയ യുദ്ധത്തിൽ നിന്ന് ഞാൻ തടഞ്ഞു എന്ന തരത്തിലേക്കുള്ള ഒരു പ്രതിച്ഛായയിലേക്ക് ട്രംപ് മാറുന്നു. അത്തരം ഒരു നീക്കം നടക്കുമ്പോൾ അത് സ്ഥിരീകരിക്കാൻ ഈ രണ്ട് രാജ്യങ്ങളും അമേരിക്കയും തയ്യാറായിട്ടില്ല, ഇസ്രയേലും തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ തരത്തിലേക്കെല്ലാം ഇവർ നീങ്ങുന്നത് അയത്തുള്ള ഖൊമേനിയെ അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തെ, ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കുക, ഇറാൻ ഭരണകൂടത്തിന് പകരം മറ്റൊരു ഭരണകൂടം കൊണ്ടുവരും. സ്വാഭാവികമായും ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സർക്കാരിനെ ഇറാനിൽ അവരോധിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ലോകത്ത് പല രാജ്യങ്ങളിലും അമേരിക്ക നടപ്പാക്കിയ അതേ മാർഗം തന്നെയാവും ഇറാനിലും നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ള ഒരു നീക്കം തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തെ എന്തായാലും അമേരിക്ക പിന്തുണയ്ക്കാനുള്ള സാധ്യതയില്ല. അത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. ട്രംപ് അടക്കം ഇത് ഇറാൻ ക്ഷണിച്ചു വരുത്തിയ ഒരു തിരിച്ചടിയാണ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള പ്രതികരണമാണ് നടക്കുന്നത്. G7 ഉച്ചകോടിയിൽ നടക്കുമ്പോൾ മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ ഇത്തരം യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു സമാധാനത്തിലേക്ക് പോകണം എന്ന് നീങ്ങുമ്പോൾ അതിന് അനുകൂലമായ ഒരു പ്രതികരണമല്ല ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അമേരിക്കയും ഇസ്രായേലും നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടിരുന്നു, അല്ലെങ്കിൽ മുൻകൂട്ടി തന്നെ തീരുമാനമെടുത്തിരുന്നു എന്ത് വേണം, എവിടെ അവസാനിപ്പിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത്. ഏറെക്കുറെ ആ തരത്തിലേക്ക് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ രണ്ട് രാജ്യത്തിലെ അധികാരികളുടെയും പ്രതികരണം. നെതന്യാഹു ആണെങ്കിൽ കുറെ കൂടി തുറന്നു തന്നെ പറയുന്നുണ്ട് അമേരിക്കയുടെ പിന്തുണ ഞങ്ങളുടെ ഈ ആക്രമണത്തിനുണ്ട് എന്ന് തുറന്നു തന്നെ പറയുന്നുണ്ട്. അത് എവിടെയെങ്കിലും ട്രംപ് നിഷേധിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ അമേരിക്കയും ട്രംപും അല്ലെങ്കിൽ നെതന്യാഹുവും ട്രംപും ചേർന്നെടുത്ത, അമേരിക്കയും ഇസ്രായേലും ചേർന്നെടുത്ത ഒരു തീരുമാനത്തിൽ അത് മറ്റ് രാജ്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളുടെയും ലോകത്തെ ആയുധശക്തിയായാലും അവരുടെ സ്വാധീന ശക്തിയായാലും ഒക്കെ അവർ ഞങ്ങൾ ആ തീരുമാനം അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിപ്പിക്കാൻ തക്ക തരത്തിലേക്ക് മറ്റ് രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിനൊന്നും നിലവിലെ ലോക സാഹചര്യത്തിൽ അല്ലെങ്കിൽ ലോകരാഷ്ട്രീയ സാഹചര്യത്തിൽ അത്രത്തോളം ബലം ഉണ്ട് എന്ന് പറയാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങൾ തന്നെ തീരുമാനിച്ച് യുദ്ധം അവസാനിപ്പിക്കുകയല്ലാതെ ഈ സമ്മർദ്ദം കൊണ്ട് വലിയ പരിധിയിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യത എന്തായാലും തൽക്കാലം കുറവാണ്. ശരി, ആർ കിരൺ ബാബുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. യൂറോപ്യൻ വിദേശകാര്യമന്ത്രിമാരെല്ലാം ഇറാനിലെ തങ്ങളുടെ കൗണ്ടർ പാർട്ട് ഇറാൻ വിദേശകാര്യമന്ത്രിയോട് എത്രയും പെട്ടെന്ന് അമേരിക്കയുമായുള്ള ആണവ ചർച്ചകളിലേക്ക് മടങ്ങിയെത്തണം, ആ ടേബിളിലേക്ക് മടങ്ങിയെത്തണം എന്നൊരു ആഹ്വാനം നടത്തിയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഈ ആക്രമണങ്ങൾ നിർത്തണം എന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇതിന് മറുപടിയായി പറയുന്നത് ടെഹ്റാൻ്റെ പ്രയോറിറ്റി ഇപ്പോൾ ഇസ്രയേലിനെ പ്രതിരോധിക്കൽ മാത്രമാണ്, അല്ലാതെ ആക്രമണമല്ല ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു വിവരം പെൻറ്റഗൺ ചീഫ്, അതായത് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുടേതായിട്ട് വരുന്ന വാക്കുകൾ, ട്രംപ് ഇപ്പോഴും ഒരു ഡീലിലെത്താൻ ശ്രമിക്കുന്നുണ്ട്, ഇറാനുമായി ഒരു ആണവ ഡീലിലെത്താൻ, ആണവ കരാറിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത. ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അവിടെ ഇറാനിലും ഇസ്രയേലിലുമുള്ളവർക്കായി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെ
അതാ ഈ ഇറാനിലും ഇസ്രയേലിലുമുള്ള ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതരാക്കാനുള്ള ശ്രമങ്ങളാണിപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതേസമയം ഇറാനിലും ഇസ്രയേലിലും ഒരേപോലെ നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ട് ആക്രമണം ഇരുഭാഗത്തു നിന്നും തുടരുകയാണ്.